തിരുവനന്തപുരത്ത് ക്രിക്കറ്റ് കോച്ചിങ്ങിനെത്തിയ വിദ്യാർത്ഥിയെ പീഡിപ്പിച്ച കോച്ചിന് 16 വർഷം കഠിന തടവ്. ശ്രീവരാഹം സ്വദേശി മനുവിനാണ് കോടതി ശിക്ഷ വിധിച്ചത്. 16 വർഷം തടവിന് പുറമെ 24,000 രൂപ പിഴയും തിരുവനന്തപുരം അതിവേഗ പ്രത്യേക കോടതി വിധിച്ചു. പിഴ ഒടുക്കാത്ത പക്ഷം പ്രതി 2.5 വർഷം അധിക തടവ് അനുഭവിക്കേണ്ടി വരും. പെൺകുട്ടിക്ക് നഷ്ടപരിഹാരം നൽകാനും കോടതി വിധിയിൽ പറയുന്നു. ആ കേസിൽ ഇപ്പം മൊത്തം എല്ലാ വകുപ്പുകളെല്ലാം കൂടെ ചേർത്ത് 16 കൊല്ലമാണ് ശിക്ഷ വന്നിട്ടുള്ളത്. അതിൽ ഒരു കേസിലാണ് മാത്രമാണ് വന്നിട്ടുള്ളത്. അതിൽ കൺകറൻ്റായിട്ടുള്ള അവർ അനുഭവിച്ചാൽ മതി, 5 വർഷം മാത്രം അനുഭവിച്ചാൽ മതി. മൊത്തം വിവിധ വകുപ്പുകൾ പ്രകാരമാണ് 16 കൊല്ലം വന്നേക്കുന്നത്. ബാക്കി 24,000 രൂപ പിഴയും ഉണ്ട്. പിന്നെ ഇതിൽ വന്നത് ഈ കുട്ടിയുടെ ഈ കോച്ചെന്ന നിലയിൽ പരിശീലനം നടത്തവേ ഈ കുട്ടിയുടെ പ്രൈവറ്റ് പാർട്സിൽ കടന്ന് പിടിച്ചു എന്നുള്ള കേസിലാണ് ഈ ഒന്ന് വന്നിട്ടുള്ളത്. ഇനിയുള്ള ട്രയൽ പൂർത്തിയായിട്ടുള്ള 3 കേസുകളിലെ വിധിയും കൂടെ വരാനുണ്ട്. ഒരു കോച്ചെന്ന നിലയിൽ അദ്ദേഹം അത് ചെയ്യാൻ പാടില്ലാത്തതാണ് എന്നൊരു ഫൈൻഡിങ്ങാണ് കോടതി കണ്ടെത്തിയിട്ടുള്ളത്. അശ്വിൻ ഡിയേഗോ കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. അശ്വിൻ, അന്ന് ഏറെ ചർച്ചയായ വാർത്തയാണിത്. എന്തായാലും പ്രതിക്ക് അർഹമായ ശിക്ഷ തന്നെ ലഭ്യമായിരിക്കുന്നു. KC പരിശീലകന്റെ പീഡന വാർത്ത കേരള കായിക മേഖലയെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു. ക്രിക്കറ്റ് പരിശീലകൻ ശ്രീവരാഹം സ്വദേശി മനു എമ്മിനെതിരെ 6 കുട്ടികളാണ് പീഡന പരാതി നൽകിയിട്ടുള്ളത്. അതിൽ ഒരു കേസിലെ ശിക്ഷാവിധിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. പ്രതിക്ക് 16 വർഷം കഠിന തടവും 24,000 രൂപ പിഴയുമാണ് അതിവേഗ പ്രത്യേക കോടതി ജഡ്ജി അഞ്ജു മീര ബിർള വിധിച്ചത്. പിഴയടച്ചില്ലെങ്കിൽ അധികമായി 2.5 വർഷം കൂടി തടവ് ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അതിജീവിതയ്ക്ക് നഷ്ടപരിഹാരം നൽകാനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. ക്രിക്കറ്റ് കോച്ചിംഗ് സെന്ററിൽ പരിശീലനത്തിലെത്തിയപ്പോഴാണ് കുട്ടി പീഡനത്തിന് ഇരയാകുന്നത്. പരിശീലനത്തിന്റെ മറവിൽ ജിമ്മിലേക്ക് കൊണ്ടുപോയി പ്രതി കുട്ടിയെ പീഡിപ്പിക്കുകയാണ് ഉണ്ടായത്. ഇതിനു പുറമെ നഗ്ന ചിത്രങ്ങൾ പകർത്താൻ നിർബന്ധിച്ചെങ്കിലും കുട്ടി ഇതിന് വഴങ്ങിയിരുന്നില്ല. ഇതേ തുടർന്ന് പ്രതി ശരിയായ പരിശീലനം നൽകാതെ കുട്ടിയെ ഒഴിവാക്കുകയാണ് ഉണ്ടായത്. പിന്നീട് 2021 കുട്ടി മറ്റൊരു സ്ഥാപനത്തിലേക്ക് മാറുകയും ചെയ്തിരുന്നു. സംഭവം പുറത്തു പറഞ്ഞാൽ കായിക ജീവിതം തകരുമെന്ന ഭയം കൊണ്ട് ഈ കുട്ടി ഈ സംഭവം പുറത്താരോടും പറഞ്ഞിരുന്നില്ല. ഇതുകൂടാതെ പരിശീലനത്തെത്തിയ മറ്റ് 5 കുട്ടികളെയും പ്രതി സമാന രീതിയിൽ പീഡിപ്പിച്ചതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ഇവർക്കും സമാന അനുഭവം ഉണ്ടായെങ്കിലും പ്രതിയെ ഭയന്ന് വിവരം പുറത്തു വന്നിരുന്നില്ല. പിന്നീട് 2024 ഒരു ടൂർണമെന്റ് നടന്നു. അതിനിടയിലാണ് അതിജീവിത ഈ പെൺകുട്ടി ഈ പ്രതിയെ കാണുന്നതും തുടർന്ന് ഭയപ്പെട്ട് ബഹളം വെച്ചതോടുകൂടിയാണ് ഈ പീഡന വിവരം പുറത്തറിയുന്നതിന് പിന്നാലെയാണ് മറ്റു കുട്ടികൾക്കും പരാതി നൽകാനുള്ള ധൈര്യം ലഭിച്ചതും പരാതി നൽകിയതും. തുടർന്ന് പ്രതിക്കെതിരെ 6 കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും അതിൽ 4 എണ്ണത്തിൽ വിചാരണ പൂർത്തിയാവുകയും ചെയ്തിട്ടുണ്ട്. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് RS വിജയമോഹനാണ് ഹാജരായിട്ടുള്ളത്. പ്രോസിക്യൂഷൻ 14 സാക്ഷികളെയും 25 രേഖകൾ ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട്. അശ്വിൻ ഡിയേഗോ ആണ് വിശദാംശങ്ങൾ നൽകിയത്.